ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമ്മനയിൽ കണ്ട പോലെ തന്നെ നമ്മൾക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് ചട്ടികളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. പക്ഷേ അതിന് മുന്നായിട്ട് നമ്മളുടെ ടെടിയും കൂക്കിയും മില്ലിയും ചക്കിയും എല്ലാവരും കൂടെ ഉള്ള കുറച്ച് വിഷു സ്പെഷ്യൽ ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പോൾ കുറച്ചധികം നേരം നമ്മുടെ ടെടി ഇതുപോലെ ഇങ്ങനെ നമ്മളുടെ കോമ്പൗണ്ടിലുണ്ടാവും. ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കുറുമ്പ് കുറച്ച് കളികളൊക്കെ അവനിപ്പോൾ കൂടിയിട്ടുണ്ട്. ആദ്യം അങ്ങനെ വല്ലാത്ത ഇതുണ്ടായിരുന്നില്ല, അവിടെ ഇങ്ങനെ നീട്ടി കെട്ടിയിട്ട് കഴിഞ്ഞാലും അവിടെ ഇരിക്കുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട് ആള്. അപ്പോൾ അവൻ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ഭയങ്കര സ്നേഹം കൂടി കഴിഞ്ഞാൽ മേത്തിക്ക് ചാടും. അപ്പോൾ മേത്തിക്ക് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മേത്തിക്ക് നമ്മൾ രണ്ട് കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കിടക്കും, തട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി അവനെ അഴിച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, എനിക്ക് ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഈ സെപ്റ്റി ടാങ്കുള്ള കൂട് ഇത്രയും പൈസ ചിലവാക്കി നമ്മൾ പണിത് തന്നെ. അപ്പോൾ ഇങ്ങനെയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും അവൻ നമ്മളുടെ മേത്ത് കയറാൻ നിൽക്കും. ഇതുപോലെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഇത്ര കുഞ്ഞ് 45 ദിവസമുള്ളപ്പോൾ വന്നതാ, ഇത്ര കുഞ്ഞായിട്ട് മടിയിലൊക്കെ ഇരുത്തി എന്താ പറയുക ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിക്കലും തുടയ്ക്കലും അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് എത്ര വലിയ ചെക്കനായി. ഇപ്പോഴും എന്താ പറയുക അപ്പം അവനെങ്ങാനും വന്ന് ആ ഇതുമെന്ന് ലീഷുമെന്ന് അങ്ങനെ അഴിച്ചിട്ടുണ്ടെങ്കിലല്ല ഇവിടെ ഓടി നടന്ന് ഇത് മുഴുവൻ തട്ടിമറിച്ച് നശിപ്പിക്കുക. അത്രയും എന്താ പറയുക ആകെ വെപ്രാളാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടെ നിന്ന് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ നമ്മളുടെ ചട്ടികൾ. ഇത് നമ്മളുടെ നോർമൽ പ്ലാസ്റ്റിക് ചട്ടിയല്ല, കോൺക്രീറ്റ് ചട്ടിയല്ല, സിമെൻറ്റ് ചട്ടി അല്ല, സോറി മറ്റേ ചട്ടികളൊന്നുമല്ല. ഇത് HDP ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും HDPയിലാണല്ലോ, അതായത് പ്ലാസ്റ്റിക്കിന് കളയണം, യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ മൺചട്ടി ആയിക്കഴിഞ്ഞാൽ വെയിറ്റ് ഭയങ്കര പ്രശ്നമൊക്കെ അല്ലേ. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ സപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് എല്ലാ പഞ്ചായത്തിലും. പക്ഷേ നല്ല ഡ്യൂറബിളാണ്, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇത് ഒട്ടും വെയിറ്റും ഇല്ല. എന്നാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോന്നും നമുക്ക് നമ്മളുടെ മൺചട്ടിക്കൊക്കെ പെയിൻ്റ് അടിച്ച പോലെ. അത്രയും ബൾക്കി ആയിട്ടാണ് സാധനം, അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊരു രാവിലെ ഒരു 10 മണിക്കാണ് കൊണ്ടുവന്നത്. 10 മണിക്ക് കൊണ്ടുവന്നു. അവർ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഇവിടെ തന്നെ ഇറക്കി വെച്ചു. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പുറകിലൊക്കെ കൊണ്ടുവച്ച് തരാനായിട്ട്. അവർ ഇവിടെ നിന്ന് തന്നെ കൊണ്ടു തരുന്നത് തന്നെ ഭയങ്കര സഹായം. അപ്പോൾ ഈ വെയിലത്ത് തന്നെ എന്തിനാണ് ഞാനിങ്ങനെ നിന്ന് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് ചട്ടിയിലിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് ഈ എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ വേറെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇവർ മണ്ണിൽ മിക്സ് ചെയ്യല്ല ചെയ്തിരിക്കുന്നത്. ഓരോ ചട്ടിയിൽ ഇട്ടിട്ട് ഓരോ ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓരോ അളവിന് ഇട്ടിരിക്കുകയാണ്, ആ ചട്ടിക്കുള്ള അളവിന്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയില്ലല്ലോ നമ്മുടെ ഇവിടെ നല്ല കുറുമ്പന്മാരായ ടീമുകളുണ്ടെന്ന്. അപ്പോൾ ഈ കുക്കീനെ ഫുൾ ടൈം അഴിച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവർ കൊണ്ടുവച്ച് പോയി ഗേറ്റ് അടച്ച് ഞാൻ അകത്തേക്ക് പോയി ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴേക്കും ഒരു ചട്ടിയിലുള്ള മുകളിലുള്ളത് മുഴുവൻ മാഡം തോണ്ടി താഴ്ത്തിട്ടിട്ടുണ്ട്. മാഡത്തിൻ്റെ മുഖം മുഴുവൻ നിറയെ ചെളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അത് മാന്തി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലുപൊടി ഉണ്ട്. അപ്പോൾ ഇത് മാന്തി കളയുന്നത് മാത്രമല്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവളുടെ വയറും പ്രശ്നമാവും, ആകെ പ്രശ്നമാവും. അപ്പോൾ അത് കാരണം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെയിലത്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ വേഗം അതൊന്നും മറച്ചിട്ടു. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് വാരി തിന്നില്ലല്ലോ തോണ്ടിയിട്ട് കഴിഞ്ഞാലും. അങ്ങനെ വിചാരിച്ചിട്ടാണ് ആ വെയിലത്ത് തന്നെ നിന്ന് ചെയ്യണത്. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു 500 രൂപയാണ് ഇത് നമ്മൾക്ക് സബ്സിഡിയോട് കൂടി കിട്ടിയത്, 10 ചട്ടി. അപ്പോൾ വെറും 50 രൂപയാവണുള്ളൂ കേട്ടോ. ചട്ടിക്ക് മാത്രമായിട്ട് പോലും നമുക്ക് 50 രൂപയ്ക്ക് കിട്ടില്ല. ചട്ടി ഒരു ചട്ടിയിലിടുന്ന ഫുൾ മണ്ണ്, പിന്നെ അതിലുള്ള വളം, പിന്നെ ഓരോ ചട്ടിയിലേക്കും ഓരോ തൈ, അങ്ങനെയാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 500 രൂപയാണ് നമുക്കുള്ളൂ. HDP ചട്ടിക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. 50 രൂപയ്ക്കൊന്നും ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വാർഡിലൊരു 30 സംതിങ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ലിസ്റ്റ് എൻ്റെ ഉണ്ടായിരുന്നു അവർ തന്നത്, പക്ഷെ ഓർമ്മയില്ല. അത്രയും ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അതിങ്ങനെ അടുക്കടുക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇനിയൊരു 4 ആൾക്കും അങ്ങോട്ട് കൊടുക്കാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും താഴത്തെ ലെയറായിരുന്നു എൻ്റെ ചട്ടികൾ മൊത്തം ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിലിരുന്ന ലെയറുകൾ മുഴുവൻ ചട്ടികളുടെ വെയിറ്റ് കൊണ്ട് ഈ മണ്ണിങ്ങനെ ഇരുന്ന് തറഞ്ഞു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇളക്കിയിട്ട് കിട്ടണേ ഇല്ല. കാരണം ഈ മണ്ണും ഈ വളങ്ങളായിട്ട് മിക്സ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് മിക്സ് ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നടക്കണ കാര്യമില്ല. ഈ ചട്ടികൾ ഇവിടെ കൊണ്ട് ഇറക്കി വെച്ച് തന്നെ പുറകിലേക്ക് കൊണ്ടുവയ്ക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല, പൊക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര വെയിറ്റ് മണ്ണിൻ്റെന്ന് മാത്രമല്ല, പിന്നെ എനിക്ക് ധൈര്യം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും എന്താ പറയുക കംപ്രസ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മളത് പൊക്കി ആ ഉള്ള വെയിറ്റിൽ അത് പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെന്നെങ്കിലും ആ ഒരു ഇത് കൂടിയിട്ട് അതങ്ങനെ വിണ്ടാലോ എന്നടക്കം പേടിണ്ടായിരുന്നു. അത്രയും ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ എന്തായാലും മണ്ണൊക്കെ അതിൽ നിന്ന് പകുതി മണ്ണെടുത്തു. അത് കഴിഞ്ഞിട്ട് ആ വളം ബാക്കി പകുതി ഉള്ള ചട്ടിയിലുള്ള മണ്ണിലൊക്കെ മിക്സ് ചെയ്ത് ഒരു 3 ദിവസമെങ്കിലും ഇരുന്നിട്ടുള്ള പണിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഈ പകുതി ഇപ്പോൾ ഉള്ളത് പകുതി മണ്ണും വളവും കൂടിയുള്ള മിക്സാട്ടാ. അപ്പോൾ ഞാൻ എന്തായാലും ഇവർ വെക്കേഷനാണല്ലോ, അപ്പോൾ ദേവട്ട അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ഹെൽപ്പ് ചോദിച്ചു. എന്തോ സാറ് വന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട്, എന്തോ തോന്നിയെന്നറിയില്ല. അങ്ങനെ അവിടെ കൊണ്ടുവയ്ക്കാൻ കാർപോർച്ചിലാണ് കൊണ്ടുവയ്ക്കുള്ളൂ, ബാക്കിലേക്കൊന്നും കൊണ്ടുപോകണില്ല. കാരണം ഇപ്പോൾ ഇനി എന്തായാലും ഷെയ്ഡിലിരിക്കണമല്ലോ. അപ്പോൾ കാർപോർച്ചിലൊക്കെ കൊണ്ടുവച്ചു. ഒന്നും കൂടെ ഒന്ന് മണ്ണൊക്കെ ലെവലാക്കി. ഇത് ഒരു ഹാഫ് ഉള്ളൂ മണ്ണ്, ബാക്കിയുള്ള മണ്ണ് 2 ചാക്കിലായിട്ട് മണ്ണും കുറച്ച് വളം ഉണ്ടാവുള്ളൂ. വളം മുഴുവൻ മാക്സിമം ഞാനിതിലിട്ടു. ഇനി ഈ മണ്ണിടുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചാക്കിൽ 2 ചാക്കിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യും. പകുതി മണ്ണെടുക്കും, അവസാനം ആ പകുതി ചാക്കിൽ മാറ്റി വെച്ച മണ്ണ് ഞാൻ വേറെ വല്ല ചെടികൾ നടും, ഇല്ലെങ്കിൽ ആ വേറെ വല്ല ചെടികൾക്ക് ഇട്ട് കൊടുക്കും. ഈ പച്ചക്കറികൾ വളർന്നു വരുമ്പോൾ ഇവർക്ക് ഇടാനൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് കരിയിലേക്ക് ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വലുതാവണം വരെ അങ്ങനെ കൊണ്ടു നടക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും അത് മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ പിന്നെ നമ്മുടെ പച്ചക്കറി തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ 2 ദിവസമല്ല 3-4 ദിവസമായി ഇപ്പോൾ എൻ്റെ തന്നെ കിട്ടിയിട്ട്. അവരുടെ അടുത്തും അത്ര എന്താ പറയുക പെർഫെക്റ്റ് തൈകളാണോ എന്ന് ചോദിച്ചാൽ അല്ല. കുറേ നാളായും തോന്നുന്നുണ്ട് ഈ ട്രയലിരിക്കണത്. അപ്പോൾ കാണുമ്പോൾ ഇല്ല, ഇനി നട്ട് കഴിഞ്ഞ് ആകുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് വരുമോയെന്ന് അറിയില്ല. ചിലപ്പോൾ നല്ല വിത്തുകളാണെങ്കിൽ ഓക്കെ നന്നായി വരുമായിരിക്കും. അപ്പോൾ അവർ എൻ്റെയിലും ഈ പറഞ്ഞ മാതിരി 4 ദിവസവും കൂടുതലാണ് ഇന്നൊന്നുണ്ട് കൊണ്ടുവച്ചിട്ട്. പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടല്ല, ഈ ഇത്രയും പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ മണ്ണെടുക്കൽ മിക്സ് ചെയ്യൽ അങ്ങനെയുള്ള പരിപാടികൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് 10 എണ്ണത്തിന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഡിലേ ആയിപ്പോയി. അപ്പോൾ അത് ഇങ്ങനെ ഡ്രൈ ആയി. അപ്പോൾ അവൾ എടുത്തുകൊണ്ട് പോയിട്ടാണ്. അവൾക്കിത് സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അവിടെ നിന്ന് ഓരോന്നൊക്കെ പറക്കിക്കൊണ്ട് പോകും. ചിലപ്പോൾ നമ്മൾ ഇളക്കണ വടിയാണോ അതൊക്കെ എടുത്തുകൊണ്ട് പോകും. എന്തെങ്കിലും സാധനങ്ങൾ വെച്ചത് ഉറുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലില്ല ഒരു രക്ഷയില്ല. ആദ്യം വരും. കാരണം നമ്മൾ കുഞ്ഞു കുട്ടികളോട് പറയണ പോലെ അവരുടെ അടുത്ത് എന്തായാലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ വീണ്ടും അവർ അത് ചെയ്തിട്ട് നമ്മളെ നോക്കൂലേ, അതുപോലെയാണ് ഈ വിറ്റകളും അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഡ്രൈ ആയി. അപ്പോൾ ഒന്ന് നനച്ചു, എന്നാലാണ് ആ ട്രേന്ന് ശരിക്കും എടുക്കാൻ കിട്ടണുള്ളൂ. അങ്ങനെ ആ ട്രേന്നൊക്കെ എടുത്തു. കണ്ട ഞാൻ പറഞ്ഞില്ലേ അത്ര ശോഷിപ്പില്ല, എന്നാലും ഒരു ശോഷിപ്പുള്ള പോലെ തോന്നുന്നുണ്ട്. നമ്മളുടെ കുറേ മണ്ണിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ സെറ്റാവുമായിരിക്കും. അപ്പോൾ തൈകൾ എന്നിട്ടൊക്കെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 തൈകളാണല്ലോ. അപ്പോൾ അതിൽ 2 മിളക്, 2 വഴുതന, 2 തക്കാളി, എനിക്ക് തോന്നുന്നു 4 വെണ്ടയാന്ന് തോന്നുന്നുണ്ട്. അപ്പോഴല്ല 10 എണ്ണമുള്ളൂ. 4 വെണ്ടയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കിട്ടി. അങ്ങനെ ഞാൻ പകുതി മണ്ണിൽ ആണ് ഇപ്പോൾ കുഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് വലുതാവണതിനനുസരിച്ച് കടയിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കരിയില ഓക്കെ മണ്ണെണ്ണ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ചകിരിച്ചോറുണ്ട് അതിൻ്റെ, അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ കുറച്ച് നനച്ചൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി. ഇനി അത്ര വെയിലില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ടല്ലോ വൈകിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു പ്രശ്നമില്ല. എന്നാലും ഞാൻ വിചാരിക്കുന്നത് ഷെയ്ഡിൽ തന്നെ വെക്കുകയാണ്. പുറകിലും കൊണ്ടുവയ്ക്കില്ല, കാരണം നല്ല ഭംഗിയുള്ള ചട്ടിയല്ലേ. അപ്പോൾ ഇത് പുറകിൽ കൊണ്ടുവച്ചാൽ ആ പറമ്പിൽ കൊണ്ടുവച്ചാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ നനയ്ക്കുമ്പോഴാണെങ്കിലും ഈ മണ്ണ് മുഴുവൻ അതുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ വൃത്തിയിടാവും. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുള്ളൂ, സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ക്ലിപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, വിഷുവിൻ്റെ അന്നായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ ബർത്ത്ഡേക്കും കേക്ക് വാങ്ങിക്കും. അത് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, കേക്ക് കഴിക്കാമല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വിഷുവിൻ്റെ അന്നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഓക്കെ വിഷു. ഓക്കെ ബൈ.